ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ 2 പിടിയോളം മുരിങ്ങയില വെച്ച് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടൊരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്കൊരു ഹൈപ്പ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആ ഹൈപ്പ് ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓക്കെ കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ മുരിങ്ങയില കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. മുരിങ്ങയില ചമ്മന്തിയൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. അതുപോലെ മുരിങ്ങയില വെച്ച് നമുക്ക് മുട്ട പൊരിക്കുന്നതും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലും മതി. അല്ലെങ്കിൽ മുരിങ്ങയില റെസിപ്പി സിമിയാസ് ബ്യൂട്ടി മാജിക് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും മതി. അപ്പോൾ മുരിങ്ങയിലയും പരിപ്പും കൂടെ കറിയല്ല കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്, വേറൊരു രീതിയിലാണ്. ഒരു 2 പിടിയോളം തുവരപ്പരിപ്പ്, സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡല്ല. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. അപ്പോൾ മുരിങ്ങയിലയും പരിപ്പും കറിയാണെന്ന് പറഞ്ഞിട്ട് ആരും സ്കിപ്പ് ചെയ്ത് പോരുത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് കൊണ്ടുവരാം. സിമ്പിളാണ്, തേങ്ങ ഒന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എന്നാൽ നല്ല ടേസ്റ്റാണ്, വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കഴുകി വൃത്തിയാക്കി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊണ്ടുവന്നു. ഇനി ഇതിനകത്തേക്ക് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു 10 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം, മീഡിയം ടൈപ്പ്. അതല്ലെങ്കിൽ ഒരു ചെറിയ സവോള, ഒരു മീഡിയം ടൈപ്പ് ഒരു സവോള കനം കുറച്ച് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തു. അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി. ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അധികം പച്ചക്കറികളൊന്നുമില്ലാതെ നമുക്ക് മുരിങ്ങയില വെച്ചിട്ട് ഒരു സാമ്പാറാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്കൊരു 1/2 ടീസ്പൂണോളം എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് 1-2 പച്ചമുളകും ചേർക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 നുള്ള് കായം, അതുപോലെ തന്നെ ഒരു 2 നുള്ള് ഉലുവ വറുത്ത് പൊടിച്ച പൊടി, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിനൊക്കെ പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാമ്പാർ പൗഡർ ചേർത്താലും മതി. സാധാരണ ചിലരൊക്കെ ആണെങ്കിൽ ഈ പൊടികൾ ചേർക്കാതെ സാമ്പാർ പൗഡർ മാത്രമാണ് ചേർത്ത് സാമ്പാർ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന സാമ്പാർ പൊടി അത് നിങ്ങൾ എത്രത്തോളം സാമ്പാറിന് എടുക്കുമോ അതിനനുസരിച്ച് സാമ്പാർ പൗഡർ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഏതായാലും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അതായത് നമ്മൾ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്, മുരിങ്ങയില ചേർത്ത് ചെയ്യുന്നേ ഉള്ളൂ, പച്ചക്കറികളൊന്നും ചേർക്കാതെ ഉള്ളിയും തക്കാളിയും വെച്ചിട്ട്. കൂടുതൽ ടേസ്റ്റ് ചെറിയുള്ളി തന്നെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ കേൾപ്പിച്ചെടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ സാമ്പാറിന് സാമ്പാർ പരിപ്പ് എത്രത്തോളം വേണോ ആ രീതിയിൽ വേവിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഈ പൊടികളെല്ലാം ചേർക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് സാമ്പാർ പൊടി ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊടികൾ ചേർത്ത് കൊടുത്താലും മതി. നമ്മുടെ സാമ്പാറിൻ്റെ കൂട്ട് തന്നെ അതിൽ പച്ചക്കറികളെ ചേർക്കാതെ നമ്മൾ ഉള്ളിയും തക്കാളിയും മാത്രം ചേർത്ത് പരിപ്പും ചേർത്തതിന് ശേഷം അതിൽ മുരിങ്ങയില ചേർത്തിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. വ്യത്യസ്തമായ ഒരു രീതിയിൽ നമുക്ക് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊന്നായി വരട്ടെ. ആ സമയത്ത് നമുക്ക് മുരിങ്ങയിലയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ എന്താ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫ്ലെയിം ഓണാക്കി കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ് കേട്ടോ. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നന്നായിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഞെരടി പിഴിഞ്ഞു വെച്ചു. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നേരത്തെ കുറച്ച് ഉപ്പേ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി മതി, കാരണം ഓൾറെഡി നമ്മൾ തക്കാളി ചേർക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് പുളി വേണ്ട കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഒരു ഇത്തിരി പുളിവെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് തിളക്കട്ടെ. ഈ സമയത്ത് ഉപ്പും എരിവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പുളിവെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ച് ആ പുളിയുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കുക. 2 പിടിയോളം മുരിങ്ങയില അത്രയും മതിയാവും കേട്ടോ. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. ഞാനൊരു ഇത്തിരി കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് തിക്കാക്കി എടുക്കരുത്, നമ്മുടെ സാമ്പാറിൻ്റെ പരുവത്തിൽ തന്നെ എടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. ഒരുപാടിട്ടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് നന്നായി ഒന്ന് തിളയ്ക്കുക. ഞാനൊരു ഇത്തിരി കൂടി കായപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. കായപ്പൊടി കുറവായിട്ട് തോന്നി, കായത്തിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ വേണം. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ മറന്നുപോയി, നമ്മൾ സവോള ചേർത്തപ്പോൾ അതിനകത്തേക്ക് ഒരു 2 ചെറിയ വെളുത്തുള്ളി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. പക്ഷേ വെളുത്തുള്ളി ചേർത്താൽ ഒരു പ്രത്യേക സ്വാദാണ്. ചില ഭാഗത്തേക്കൊക്കെ സാമ്പാറിൽ 1-2 വെളുത്തുള്ളി കൂടി ചേർക്കാറുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളയ്ക്കണം നന്നായിട്ട്. ആ മുരിങ്ങയിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവണം. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് പരിപ്പും തക്കാളിയും
ഉള്ളി മാത്രം മതി. ചെറിയ ഉള്ളിയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. കുറച്ച് മുരിങ്ങയിലയും കുറച്ച് സാമ്പാർ പൊടിയാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ സാമ്പാർ വയ്ക്കുന്ന അതേ രീതി തന്നെ മുരിങ്ങയില ചേർത്ത് പച്ചക്കറികളില്ലാതെ സവോളയും തക്കാളിയും മാത്രം ഇട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയും മതി കേട്ടോ. ഒരുപാടിട്ടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ആ മുരിങ്ങയില അങ്ങ് വാടും. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഇത്തിരി കാര്യങ്ങളൂടി ചെയ്യാം. എണ്ണ ഒഴിച്ച് കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ ഭാഗം എനിക്ക് വീഡിയോയിൽ മിസ്സായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 1/4 ടീസ്പൂണിൽ താഴെ മുളക് പൊടി, ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മുളക് പൊടി ഇട്ട് ജസ്റ്റ് മിക്സ് ചെയ്തു. അപ്പോൾ തന്നെ കറിയിലേക്ക് താളിച്ചു കൊടുത്തു. ആ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫ്ലെയിം ഓണാക്കി ഇരിക്കുമ്പോൾ ഒരിക്കലും മുളക് പൊടി ചേർക്കരുത്. എണ്ണ ഒഴിച്ച് കടുകിട്ട് വറ്റൽമുളകും ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ടൊരു 1/4 ടീസ്പൂണിൽ താഴെ മുളക് പൊടി ഇട്ട് ആ ഓഫ് ചെയ്ത ഫ്ലെയിമിൽ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അപ്പം തന്നെ കറിയിലേക്ക് താളിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിലും മുളക് പൊടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ സാമ്പാർ. മുരിങ്ങയിലൊക്കെ കുറച്ചുകൂടെ വേണ്ടുന്നവർക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇത്രയേ ഉള്ളൂ. വ്യത്യസ്തമായ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും നമുക്ക് ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മുരിങ്ങയില കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഇട്ടിരിക്കുന്ന മുരിങ്ങയില റെസിപ്പീസിൻ്റെ എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, മുരിങ്ങയില റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ചെയ്തതെല്ലാം ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ അണ്ടറിൽ ഉണ്ടാവും കേട്ടോ. ആ എല്ലാ വീഡിയോസും മുരിങ്ങയില ചമ്മന്തിയും മുരിങ്ങയില ഇട്ടിട്ട് ഹെൽത്തി ആയിട്ടുള്ള മുട്ട പൊരിച്ചതും ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ നമ്മളതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസിൽ നിന്ന് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. അതിനായിട്ടാണ് അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്തിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത്. കൂടുതലും വെജിറ്റേറിയൻ റെസിപ്പീസാണ് കേട്ടോ നമ്മൾ ചാനലിൽ ചെയ്യുന്നത്. അപ്പോൾ പ്ലേലിസ്റ്റും ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള റെസിപ്പീസൊക്കെ ഓരോ പ്ലേലിസ്റ്റായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക. എന്തെങ്കിലും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. റിപ്ലൈ തരുന്നതായിരിക്കും. വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും റെസിപ്പിയൊക്കെ താല്പര്യമുള്ളവർക്ക് പറയാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ മുരിങ്ങയില വെച്ചിട്ട് വേറെ റെസിപ്പീസൊക്കെ വ്യത്യസ്തമായ റെസിപ്പികളൊക്കെ അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റെസിപ്പിയൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.